ഏവർക്കും സ്റ്റീവൻ സാബു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത് സ്വാതന്ത്ര്യദിന പ്രസംഗവുമായിട്ടാണ്. അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന സ്നേഹവും അഭിനന്ദനങ്ങളും. ഈ മഹത്തരമായ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനായി നിങ്ങളോട് സംസാരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് ഒരു ചരിത്രപരമായ നിമിഷം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സ്വാധീനിച്ച ഒരു മഹത്തായ സങ്കേതം കൂടിയായിരുന്നു. അന്നത്തെ നക്ഷത്ര രാത്രിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന അതിമഹത്തായ പ്രഭാഷണമാണ്. അത് ഒരു പുതിയ കാലത്തിൻ്റെ ആരംഭമായിരുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക് തുടങ്ങിയ ധീരപോരാളികൾ അവരുടെ പ്രാണനും സ്വപ്നങ്ങളും നമുക്കായി സമർപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ അഹിംസാ പ്രസ്ഥാനവും സത്യാഗ്രഹ പ്രക്രിയയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. നാം ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ സ്വാതന്ത്ര്യം ത്യാഗവും സഹനവും കൊണ്ടാണ് നേടിയത്. അതിനാൽ നമുക്കിത് സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാവാൻ ഈ ദിനം ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഇന്നത്തെ യുവജനങ്ങൾക്കാണ് ഭാരതത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. വിദ്യാർത്ഥികളായി നമുക്ക് സമർപ്പിതമായും ഉത്സാഹത്തോടെയും പഠിക്കണം. നമ്മുടെ വിദ്യാഭ്യാസം മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വവും സാംസ്കാരികമായ മൂല്യങ്ങളും ഉയർത്തപ്പെടുകയും വേണം. നാം ഓരോരുത്തരും നമ്മൾ ആകുന്ന മേഖലയിൽ മികവ് കൈവരിച്ച് നമ്മുടെ രാജ്യം വികസിപ്പിക്കാൻ പരിശ്രമിക്കണം. സാമൂഹിക സമാധാനം, സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിൽ നമുക്ക് മുന്നേറ്റം വരുത്തേണ്ടതുണ്ട്. മുത്തച്ഛന്മാരുടെ ത്യാഗവും നമ്മുടെ എല്ലാം പരിശ്രമവും കൂടി നമ്മുടെ ഇന്ത്യയെ മഹത്തായ ഒരു രാഷ്ട്രമാക്കി മാറ്റുകയും ലോകത്തിൽ ആദർശമാകുകയും ചെയ്യും. സത്യവും ധർമ്മവും സമാധാനവും ഉൾക്കൊണ്ട് നമുക്ക് ഈ നാടിനെ മുന്നോട്ട് നയിക്കാം. നമ്മുടെ രാജ്യം പെട്ടെന്ന് വികസിത രാഷ്ട്രമായി മാറാൻ നാം എല്ലാവരും സംഭാവന ചെയ്യണം. അത് നേടിയെടുക്കാൻ നമുക്ക് ഒന്നായി പ്രവർത്തിക്കണം. ഒരു സാമ്പത്തികമായി, സാംസ്കാരികമായി, സാങ്കേതികമായി ശക്തമായ ഇന്ത്യക്കായി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. നമുക്ക് നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും അഭിമാനത്തോടെ സൂക്ഷിക്കാം. നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാനായി, ഒരുമിച്ച് പ്രവർത്തിക്കാനായി, ഒരുമിച്ച് ഉയരാനായി സ്വപ്നം കാണാം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.